ഇന്ത്യയെ തകർക്കുന്ന ലക്ഷ്യത്തിൽ ഭീകരവാദികളെ തീറ്റിപ്പോറ്റുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനോട് ഇന്ത്യയുടേത് സന്ധിയില്ലാത്ത നിലപാടാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ നല്ല പാഠം പകർന്നു കൊടുത്തിട്ടും അവർ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇന്ത്യയെ ചൊറിയാൻ അവസരം കാത്തിരിക്കുന്നു. അവിടെയാണ് ഇന്ത്യ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായി സൗഹൃദത്തിലാവുന്നത്. പാകിസ്ഥാന്റെ മറുവശത്താണ് അഫ്ഗാനിസ്ഥാൻ എന്നോർക്കണം. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഊഷ്മളമായ സൗഹൃദം വളർത്തിയെടുക്കുകയും ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിക്ക് ഇന്ത്യ സന്ദർശിക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്തു. താലിബാന്റെ മന്ത്രിമാർ എല്ലാവരും തന്നെ UN ഹിറ്റ് ലിസ്റ്റിലുള്ളതാണ്. അവരൊക്കെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാൽ ശിക്ഷിക്കപ്പെടാവുന്ന, വിചാരണ ചെയ്യപ്പെടാവുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അതിന് താൽക്കാലിക ഇളവ് അനുവദിച്ചാണ് റഷ്യയിൽ പോയി അവിടെ നിന്നും ഡൽഹിയിലേക്ക് വരുന്നത്. റഷ്യ മാത്രമാണ് അഫ്ഗാനിസ്ഥാനുമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യം, മറ്റൊരു രാജ്യത്തിനുമില്ല. അതുകൊണ്ട് റഷ്യയിൽ പോയി റഷ്യയിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തിയത്. വിദേശകാര്യ സെക്രട്ടറിയുമായി യോഗം നടത്തി. ഇന്നലെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ചർച്ച നടത്തി. ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാന്റെ ചെലവിൽ ഇന്ത്യയെ ചൊറിയാമെന്ന് ആരും കരുതണ്ട. ഇന്ത്യ ഞങ്ങളുടെ സ്വാഭാവിക സഖ്യകക്ഷികളാണ്. ഇന്ത്യ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കൃത്യമായ മറുപടി നൽകും, ഒരു സംശയവും വേണ്ട എന്നാണ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വാസ്തവത്തിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, താലിബാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് തൊട്ടപ്പുറത്താണ് അഫ്ഗാനിസ്ഥാൻ എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഇടയിൽ പാകിസ്ഥാൻ ഞെരുങ്ങുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് പാക് സൈന്യത്തിന് വിറളി. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഈ നയതന്ത്ര ബന്ധം അത് പാകിസ്ഥാന് ദോഷം ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കുന്നു. കാരണം റഷ്യയും ഇന്ത്യയും തമ്മിൽ അടുത്ത ബന്ധമാണ്. റഷ്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടുത്ത ബന്ധമാണ്. അഫ്ഗാനിസ്ഥാനും റഷ്യയും ഒരു വശത്തും, മറുവശത്ത് ഇന്ത്യയുമായി ശ്വാസം മുട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. വാസ്തവത്തിൽ പാകിസ്ഥാനെ ഒതുക്കാൻ എത്ര ബുദ്ധിപരമായ നീക്കമാണ് ഇന്ത്യ നടത്തിയതെന്ന് ഓർക്കണം.